ഹായ് ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് ടു ദ ലൈഫ് പ്രോസസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ 4th പേജൊക്കെയാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ട് അനബോളിസം ആൻഡ് കാറ്റബോളിസം. അനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് മോളിക്യൂൾസ്, പിന്നെ അതുപോലെ തന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ബ്രേക്ക് ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. ഈ അനബോളിസത്തിലാണെങ്കിൽ കോമ്പിനേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ പ്ലാന്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡ് വാട്ടറും വഴി പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്നു. പിന്നെ എൻസൈമും ഹോർമോൺസും പറഞ്ഞാൽ എന്താ? എൻസൈംസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ്. കുറേ കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ, ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്നതിനെ സഹായിക്കുന്നതാണ് എൻസൈംസ്. നമ്മുടെ സലൈവയിലുള്ള സലൈവറി അമൈലേസും ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിനും അതൊക്കെയാണ് എൻസൈമിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മോളിക്യൂൾസ് നമ്മുടെ റെഗുലേറ്റും അതുപോലെ കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ് റെഗുലേറ്റും കോർഡിനേറ്റ് ചെയ്യാനാണ് ഹോർമോൺസ് ഉപയോഗിക്കുന്നത്. വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലുള്ള ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺസ്. അതൊക്കെ എന്താണ്? സെക്ഷൽ ഹോർമോൺസ് ആണ്. അതൊക്കെയാണ് മെയിൻലി ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.